Alhamdulillahi Rabbil Alameen. Nahmaduhu wa nasta'inuhu wa nastaghfiruhu wa natubu ilayhi. Wa na'udhu billahi min sururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlilhu fala hadiya lahu. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم لله ملك السماوات والأرض يخلق ما يشاء يهب لمن يشاء إناثا ويهب لمن يشاء الذكور أو يزوجكم ذكرانا وإناثا ويجعل من يشاء عقيما إنه عليم قدير. ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ സ്വന്തത്തെ മറക്കാതെ ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ധാരാളം നിഅമത്തുകളിൽ വലിയ ഒരു അനുഗ്രഹമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള സന്താനങ്ങൾ. ആ സന്താനങ്ങളുമായി കൂടുതൽ സമയം ചെലവഴിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്, ഒരു ഒഴിവു സമയത്താണ് നാം നിലകൊള്ളുന്നത്. അല്പം ചില കാര്യങ്ങൾ നമ്മുടെ മക്കളെ പരിപാലിക്കേണ്ട വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. വിശുദ്ധ ഖുർആൻ സൂറത്തു ശൂറയിലെ 49-50 വചനങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർദ്. അല്ലാഹുവിനാകുന്നു ആകാശങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യമുള്ളത് അല്ലാഹുവിൻ്റെതാണ്. യഖ്ലുഖു മാ യശാ, അവൻ ഉദ്ദേശിക്കുന്നത് പോലെ അവൻ സൃഷ്ടിക്കുന്നു. യഹബു ലിമൻ യശാഉ ഇനാസ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പെൺമക്കളെ നൽകുന്നു. വയഹബു ലിമൻ യശാഉ ദുകൂർ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ആൺമക്കളെ തന്നെ നൽകുന്നു. വയുസവ്വിജുകും ദുക്റാനൻ വഇനാസ, ചില ആളുകൾക്ക് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഇടകലർത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നു. വയജഅലു മൻ യശാഉ അഖീമ, ചില ആളുകളെ അവന്റെ ഉദ്ദേശപ്രകാരം വന്ധ്യരാക്കി മാറ്റുകയും ചെയ്യുന്നു. ഇന്നഹു അലീമുൻ ഖദീർ, എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നതും അറിയുന്നതും അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അല്ലാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ് ആൺകുട്ടികളെ ലഭിച്ചതും പെൺകുട്ടികളെ ലഭിച്ചതും ആണും പെണ്ണും നമുക്ക് ലഭിച്ചതും, അഥവാ ഇനി വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ലാതിരിക്കുന്നതും റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ തീരുമാനത്തിന് വിധേയമാണ്, അവൻ്റെ അറിവോടുകൂടിയാണ് എന്നും
വിശുദ്ധ ഖുർആനിലെ ധാരാളം ആയത്തുകളിലൂടെ ആ സന്താനങ്ങളെ കുറിച്ച്, ആ അള്ളാഹു നൽകിയിട്ടുള്ള നിഅമത്തിനെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു, ഏ സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് നിങ്ങളോട്, ഇന്ന മിൻ അസ്വാജികും വഔലാദികും അദുവൻ ലക്കും ഫഹ്ദറൂഹും വഇൻ തഅഫു വതസ്ഫഹു വതഅഫിറു ഫഇന്നല്ലാഹ ഗഫൂറുർ റഹീം. ഏ വിശ്വാസികളെ, നിങ്ങളുടെ ഇണകളിലും നിങ്ങളുടെ മക്കളിലും നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്. നിങ്ങൾ ജാഗ്രത പുലർത്തണം, നിങ്ങൾ വിട്ടുവീഴ്ച കാണിക്കണം, നിങ്ങൾ പൊറുത്തു കൊടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെ പൊറുക്കുന്നവനും കരുണയുള്ളവനുമാണ് എന്നും. ഇന്നമാ അംവാലുകും വഔലാദുകും ഫിത്ന വല്ലാഹു ഇൻദഹു അജ്റുൻ അലീം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സന്താനങ്ങളും ഒരു പരീക്ഷണമാണ്, അള്ളാഹുവിന്റെ പക്കലാകുന്നു ഏറ്റവും വലിയ പ്രതിഫലമുള്ളത് എന്ന്. ഇന്നമാ അംവാലുകും വഔലാദുകും ഫിത്ന യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ വഖൂദുഹ അന്നാസു വൽ ഹിജാറ അലൈഹാ മലായികത്തുൻ ഇലാദുൻ ശിദാദുൻ ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. വിശ്വാസികളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുകയാണ്, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ കുടുംബത്തെയും ആ നരകാഗ്നിയെ തൊട്ട് സൂക്ഷിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. തീർച്ചയായും അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയ വൽ ബാഖിയാത്തുസ് സാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വഖൈറുൻ അമല. ഭൗതിക ജീവിതത്തിന്റെ വലിയ വിഭവങ്ങളും അലങ്കാരങ്ങളുമാണ് സമ്പത്തും സന്താനങ്ങളുമെന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തു കഹ്ഫിലൂടെയും നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഈ അള്ളാഹുവിന്റെ ആയത്തുകളിലൂടെ നമുക്ക് ബോധ്യപ്പെടുന്ന ചില കാര്യങ്ങൾ, അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം നമുക്ക് ലഭിച്ചിട്ടുള്ള സന്താനങ്ങൾ എന്നുള്ളത് അത് ദുനിയാവിന്റെ അലങ്കാരമാണ്, അതേപോലെ തന്നെ അതൊരു പരീക്ഷണമാണ്, അത് സൗന്ദര്യമാണ്. എല്ലാമാകുന്ന സന്ദർഭത്തിലും അത് നമുക്ക് നാളെ പരലോകത്തേക്ക് പ്രയോജനകരമാകണമെന്നുണ്ട് എങ്കിൽ വളരെ ജാഗ്രതയോടുകൂടി നാം കൈകാര്യം ചെയ്തിട്ടില്ല എങ്കിൽ നാളെ പരലോകത്ത് അവർ നമുക്ക് ശത്രുക്കളായി മാറുന്ന അവസ്ഥാവിശേഷമുണ്ടാകുമെന്നുള്ള താക്കീതും വിശുദ്ധ ഖുർആൻ നൽകുന്നുണ്ട്. നമുക്ക് എന്തെല്ലാം കടമകളും ബാധ്യതകളുമാണ് നമ്മുടെ മക്കളോട്, നമ്മുടെ കുടുംബത്തോടുള്ളത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഓരോരുത്തരും കുല്ലുക്കും റാഇൻ കുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതി അർറജുലു റാഇൻ ഫീ അഹ്ലിഹി. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവനൊരു ഉത്തരവാദിത്തമുള്ളവനാണ്, അവനൊരു ഭരണാധികാരിയാണ്. തൻ്റെ വീട്ടിലുള്ളവരെ കുറിച്ച്, തൻ്റെ കുടുംബത്തെക്കുറിച്ച് നാളെ റബ്ബിന്റെ മുമ്പിൽ സമാധാനം പറയേണ്ടി വരും. ഭർത്താവിന്റെ വീട്ടിലുള്ള ഒരു ഭരണാധികാരിയെ തന്നെയാണ് ഒരു പെണ്ണും അവളും അവരുടെ ഉത്തരവാദിത്തത്തെ കുറിച്ച് നാളെ റബ്ബിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനമായി മക്കൾ നമ്മുടെ കൂടെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അവരോടുള്ള കടമകൾ എന്താണ് എന്ന് നാം അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അനിവാര്യമായിട്ടും ഉണ്ടാകേണ്ടത് സ്നേഹമാണ്. സ്നേഹം എന്നുള്ളത് പ്രകടിപ്പിക്കുവാനുള്ളതാണ്. സ്നേഹം അത് പ്രകടിപ്പിക്കുവാനാണ്. അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ. നമ്മുടെ മക്കൾ നമ്മെ സ്നേഹിക്കണമെന്ന് നാം ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ആ സ്നേഹം അങ്ങോട്ട് കൊടുത്തെങ്കിൽ മാത്രമേ ആ സ്നേഹം നമുക്ക് തിരിച്ചു കിട്ടുകയുള്ളൂ. ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ, ജീവിതത്തിന്റെ അധ്വാനങ്ങൾക്കിടയിൽ നമ്മൾ നമ്മുടെ മക്കളെ സ്നേഹിക്കുവാൻ മറന്നുപോയിട്ടുണ്ട് എങ്കിൽ നമ്മൾ കേവലം അവരുടെ ബനിയനിന്റെ മുകളിൽ തന്നെ എഴുതി വെച്ചതുപോലെ മൈ ഫാദർ ഈസ് എൻ ATM, പൈസ കുത്തി എടുക്കുന്ന ഒരു ഉപകരണം മാത്രമായിട്ട് മാതാപിതാക്കളെ, പിതാവിനെ കാണുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ട് എന്ന് ന്യൂജന്റെ ആ ബനിയൻ കണ്ടിട്ടുണ്ട് എങ്കിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കുന്ന കാര്യമാണ്. ഈ രൂപത്തിൽ അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കുന്ന, അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റി കൊടുക്കുന്ന, അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന ഒരു ഉത്തരവാദിത്തം മാത്രമല്ല നമ്മെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അവർക്ക് ആവശ്യമായിട്ടുള്ള ഓരോ സന്ദർഭത്തിലും വിശുദ്ധ ഖുർആൻ വളരെ വിശദമായി കൊണ്ട് സൂറത്തുൽ ലുഖ്മാനിലൂടെ യാ ബുനയ്യ എന്ന് വിളിച്ചുകൊണ്ട് ആ സ്നേഹത്തോടു കൂടിയുള്ള, ആ പരിലാളനയോടു കൂടിയുള്ള ധാരാളം ഉപദേശങ്ങൾ നമുക്ക് ഒരു മകനോട് ഏത് രൂപത്തിലാണ്, നമ്മുടെ സന്താനങ്ങളോട് ഒരു പിതാവിന്റെ കടമ എന്താണ് എന്ന് പഠിപ്പിച്ചു തരുന്ന ധാരാളം ഉപദേശങ്ങൾ കാണുവാൻ സാധിക്കും.
യാ ബുനയ്യ ഇൻ തകു മിസ്കാല ഹബ്ബത്തിൻ മിൻ ഹർദലിൻ ഫതകും ഫീ സഹറത്തിൻ ഔ ഫീ സമാഇ യഅതി ബി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് നീ എവിടെയായിരുന്നാലും ഒരു കടുകുമണിയോളം നിസ്സാരമായിരുന്ന ഒരു വസ്തു അതൊരു പാറമടകൾക്കിടയിലിരുന്നാലും ഒരു കൂരിരുട്ടുള്ള രാത്രിയിൽ ഒരു കരിമ്പാറകൾക്കിടയിലായിരുന്നാലും അത് അള്ളാഹു കൊണ്ടുവരും എന്നുള്ള റബ്ബിനെ കുറിച്ചുള്ള നീ എവിടെ ഇരുന്നാലും അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്നുള്ള റബ്ബിനെ കുറിച്ചുള്ള നല്ല ഒരു ബോധം മക്കളിൽ വളർത്തിയെടുക്കണം. മാതാപിതാക്കളുടെ സാന്നിധ്യത്തിലോ ആളുകൾ കാണുന്നതോ അല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം കാണുന്നുണ്ട്. അലം യഅലം ബി അന്നല്ലാഹ യറാ, നിനക്കറിയില്ല മോനെ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ് എന്ന്. വഅമുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹ, വിശുദ്ധ ഖുർആൻ ആവശ്യപ്പെടുകയാണ് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തോട് നമസ്കരിക്കുവാൻ കൽപ്പിക്കണമെന്ന്. വഅമുർ അഹ്ലക ബിസ്സലാ, നിന്റെ കുടുംബത്തോട് നമസ്കരിക്കാൻ. യാ ബുനയ്യ അഖിമിസ്സലാ, ഏ പൊന്നാര മക്കളെ നിങ്ങൾ നമസ്കാരം നിലനിർത്തണം. അഖിമിസ്സലാ, നമസ്കാരം നിലനിർത്തണമെന്ന് ലുഖ്മാൻ അലൈഹിസ്സലാം ആ മകനോട് ഉപദേശിക്കുന്ന ഉപദേശങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ മാതാപിതാക്കളോടുള്ള കടമകളെ കുറിച്ച് അതിൽ പ്രതിപാദിക്കുന്നത് കാണുവാൻ സാധിക്കും. ആ മാതാവിന്റെ ക്ലേശത്തെ കുറിച്ച് ഇതാ റബ്ബിന്റെ അടുക്കലേക്ക് മടങ്ങേണ്ടി വരും. ഏറെ പ്രയാസം അനുഭവിച്ചുകൊണ്ടാണ് നിന്റെ ഉമ്മ നിന്നെ ഗർഭം ധരിച്ചിട്ടുള്ളതും പ്രസവിച്ചിട്ടുള്ളതും നിനക്ക് മുലയൂട്ടിയിട്ടുള്ളതും നിന്നെ വളർത്തിയിട്ടുള്ളതും. ആ ഉമ്മയോടുള്ള കടമകളും കടപ്പാടുകളും അവരോട് ആദരവോടുകൂടി നല്ല രൂപത്തിൽ പെരുമാറേണ്ടതിനെ കുറിച്ചുള്ള ആവശ്യകതയും ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടുന്ന ഒരു കാര്യം ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ആ പിതാവിന് വേണ്ടുന്ന രൂപത്തിലുള്ള റെസ്പെക്റ്റുകൾ കൊടുക്കുവാൻ അത് മാതാവ് പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനമായി ഉമ്മമാർക്കാണ് ഒരു മക്കളെ വളർത്തിയെടുക്കുന്ന കാര്യത്തിൽ ഏറ്റവും വലിയ റോൾ മോഡലുകളാകുവാൻ സാധിക്കുന്നത്. പലപ്പോഴും നമ്മുടെ നാവുകളിലൂടെ മക്കളുടെ ഗുരുത്തക്കേടുകൾ കാണുന്ന സമയത്ത് മക്കളുടെ അവർ അനുസരണക്കേടുകൾ ഉണ്ടാകുമ്പോൾ അവരെ ശപിക്കുന്ന, അവർക്കെതിരെ പ്രാർത്ഥിക്കുന്ന, അവരെ ഒന്നിനും കൊള്ളുകയില്ല, അവർ പഠിക്കാൻ സാധിക്കില്ല, അവനോട് പറഞ്ഞാൽ അനുസരിക്കില്ല, അവൻ പണ്ടാരമടങ്ങട്ടെ എന്ന രൂപത്തിലൊക്കെയുള്ള പല രൂപത്തിലുള്ള മോശമായിട്ടുള്ള വാക്കുകളും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ശാപം എന്നുള്ളത് വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ കാണേണ്ടതാണ്. ശപിക്കുക എന്നുള്ളത് അത് ആ ശാപം അള്ളാഹുവിന്റെ അടുക്കലേക്ക് ആകാശ ലോകത്തേക്ക് ഉയരുകയും അത് ആർക്കാണോ അത് അനുയോജ്യമായിട്ടുള്ളത്, നമ്മൾ ശപിക്കുന്നത് മക്കളെയാണ് എങ്കിൽ ഒന്നുകിൽ മക്കൾക്ക്, അല്ലെങ്കിൽ മക്കൾ അതിന് യോഗ്യമല്ല എങ്കിൽ അത് ശപിച്ചവർ തന്നെ അത് പേരേണ്ടി വരും, അവരുടെ തലക്ക് തന്നെ ആയിരിക്കും അത് വീഴുന്നത് എന്ന്. ശാപത്തെ നിങ്ങൾ സൂക്ഷിക്കണം. ഒരിക്കലും തന്നെ ഒരാളെയും ശപിക്കുക എന്നുള്ളത്, പ്രത്യേകിച്ച് നമ്മുടെ മക്കളെ അവരുടെ കുരുത്തക്കേടുകൾ അവരുടെ പ്രായത്തിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ കാണുന്ന സമയത്ത് ശപിച്ചുകൊണ്ട് പറയുവാൻ പാടില്ല. ചില ചരിത്രങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. മക്കയിലെ ഹറമൈനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇമാമായ സുദൈസിന്റെ ചരിത്രത്തിൽ അദ്ദേഹം കുറിക്കുന്നുണ്ട്, ഒരു ഉമ്മയുടെ ശാപമാണ് ഞാൻ ഇന്ന് ഹറമൈനികളുടെ ഇമാമായിട്ടുള്ളത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. വീട്ടിൽ ആളുകൾ വിരുന്നിന് വന്ന സന്ദർഭത്തിൽ അവർക്ക് ഭാഗമാക്കി വെച്ചിട്ടുള്ള ഭക്ഷണത്തിലേക്ക് മണല് വാരി കൊണ്ടുവന്നിട്ട് ആ ഒരു അതിഥികളെ അപമാനിച്ച സന്ദർഭത്തിൽ ആ ഉമ്മ വാരിയെടുത്തുകൊണ്ട് അല്ലാഹുവേ ഇവനെ ഹറമൈനികളുടെ ഇമാമാക്കണേ എന്ന് ശപിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥനയുടെ ഫലമാണ് ഇന്ന് ഞാൻ ഈ ഹറമുകളുടെ ഇമാമായിട്ടുള്ളത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എങ്കിൽ അങ്ങനെ പോസിറ്റീവായി കൊണ്ട് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കണം. കുട്ടികളുടെ കുരുത്തക്കേടുകൾ കാണുന്ന സമയത്ത് അലീമിയൻ എന്നറിയപ്പെടുന്ന പ്രസിദ്ധനായിട്ടുള്ള 200-ലധികം ഗ്രന്ഥങ്ങൾ അറബി ഭാഷയിലും അതേപോലെ തന്നെ ഉറുദു ഭാഷയിലും ഇംഗ്ലീഷ് ഭാഷയിലും ഫൈസൽ അവാർഡ് വരെ നേടിയിട്ടുള്ള ജാമിയയുടെയും അതേപോലെ തന്നെ ലക്നൌയിലെ യൂണിവേഴ്സിറ്റികളുടെയും ഒക്കെ ചാൻസലർ ആയിരുന്ന, കഴിഞ്ഞ കാലഘട്ടത്തിൽ 1999-കളിൽ മരണമടഞ്ഞിട്ടുള്ള മഹാരഥനുണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നുണ്ട്, ഇത് അദ്ദേഹം ഈ ഉമ്മാക്ക് സഹിക്കാനാകുന്നതിലും അപ്പുറത്തായിരുന്നു അദ്ദേഹത്തിന്റെ കുരുത്തക്കേടുകൾ. അദ്ദേഹത്തിനെ കുറിച്ച് ആ ഉമ്മയുടെ പ്രാർത്ഥനയാണ്, അല്ലാഹുവേ ഇവനെ ഒരു പണ്ഡിതനാക്കി മാറ്റണമേ എന്നും, അല്ലാഹുവേ ഇവനെ ഒരു പണ്ഡിതനാക്കി മാറ്റണമേ എന്ന് ഒരു മാതാവിന്റെ പ്രാർത്ഥന
ആ മാതാവിന്റെ പ്രാർത്ഥന ഫലിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ മോശമായ രൂപത്തിൽ മക്കളെ ശപിക്കുക എന്നുള്ളത് അവർ കുരുത്തം പിടിക്കുകയില്ല എന്നും നന്നാവുകയില്ല എന്നുമൊക്കെ നാം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് തന്നെയായിരിക്കും ശരി എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് വിശിഷ്യ മാതാക്കളുടെ നാവുകൾ പ്രത്യേകം സൂക്ഷിക്കണമെന്നും ഏറ്റവും നല്ലത് കൊണ്ട് മാത്രം മക്കളെ അഭിസംബോധന ചെയ്യുക. ഏതായിരുന്നാലും നമ്മളെക്കാളും വലിയൊരു ക്വാളിറ്റി ഒന്നും നമ്മളുടെ മക്കളിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. നമ്മളെക്കാൾ എന്താണോ നമ്മളിലുള്ളത് നമ്മുടെ ഒരു പ്രതിബിംബമാണ്, നമ്മളുടെ ഒരു കണ്ണാടിയാണ് നമ്മുടെ മക്കൾ എന്ന് മനസ്സിലാക്കുക. അവരിൽ എന്തെല്ലാം സ്വഭാവങ്ങൾ നമ്മൾ കാണുന്നുണ്ടോ അതൊക്കെ നമ്മളിലും ഉണ്ടായിരുന്ന ചില സ്വഭാവങ്ങളാണ് എന്ന് നമുക്ക് ചില കാര്യങ്ങൾ അവരുടെ കുരുത്തക്കേടുകൾ കാണുന്ന സമയത്ത് അവരൊക്കെ ചെയ്യുന്നതിൻ്റെ അത് നമ്മൾ ചെയ്യുന്നതിൻ്റെ 4 അവർ ചെയ്യുന്നില്ല എന്ന് മനസ്സുകൾ കൊണ്ടൊരു പക്ഷേ നമ്മൾ പറയുന്നുണ്ടാകും. അതുകൊണ്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ഇസ്തിഗ്ഫാറിനെ തേടേണ്ടത് നമ്മുടെ അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. റബ്ബിനോട് നമ്മുടെ സ്വഭാവങ്ങൾ തന്നെയാണ്, നമ്മുടെ പെരുമാറ്റങ്ങൾ തന്നെയാണ്, നമ്മുടെ വീടുകളിൽ നിന്ന് നാം എങ്ങനെയാണ് നമ്മുടെ ഇണയോട്, നമ്മുടെ കുടുംബത്തോട്, മക്കളോട് നമ്മൾ പെരുമാറുന്നത്, സംസാരിക്കുന്നത്, നമ്മളുടെ ജീവിതത്തിന്റെ ശൈലി എന്താണ്, നമ്മുടെ സംസാരത്തിന്റെ ശൈലി എന്താണ്, ഇതൊക്കെ തന്നെയാണ് മക്കളിൽ സ്വാധീനിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇന്ന് ഓൺലൈൻ രംഗത്ത് ഷോർട്സുകളും റീൽസുകളിലൂടെയുമാണ് കുട്ടികൾ വളരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ വളരെയധികം നമ്മളറിയാത്ത പല സംസ്കാരങ്ങളും അറിയാതെ അവർ ഒപ്പിയെടുക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു ജാഗ്രത അനിവാര്യമാണ്. കൃത്യമായിട്ടുള്ള ലോക്കുകളും നിയന്ത്രണങ്ങളും അനിവാര്യമാണ്. അവിടെ നമുക്ക് ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക, പ്രാർത്ഥിക്കുക എന്നുള്ളതൊക്കെ അല്ലാതെ തീരെ കൊടുക്കാതിരിക്കാനും നിവൃത്തിയില്ല. എന്നാൽ കൊടുക്കുന്നത് ഏതൊരു കാര്യമാണ് എങ്കിലും ഇദാ അൻഫഖു ലം യുസ്രിഫു വലം യഖ്തുറു വകാന ബൈന ദാലിക ഖവാമ, ഏത് നിലപാട് സ്വീകരിക്കുന്ന സമയത്തും ഇസ്ലാമിന്റെ നിലപാട് എന്നുള്ളത് അത് ഒരു ചെലവഴിക്കുകയാണ് എങ്കിൽ ഒന്നായിട്ട് വലാ യബ്സുതുഹാ കുല്ലൽ ബസ്, ഒന്നായിട്ട് ഇങ്ങനെ അഴിച്ചു വിട്ടു കൊടുക്കുന്ന ഒരു രീതി ഉണ്ടാകരുത്. ഒന്നും കൊടുക്കാതെ പിടിച്ചു വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. എന്നാൽ അതിനിടയിലുള്ള വക്കാന ബൈന ദാലിക ഖവാമ, നമ്മുടെ ഒരു നിയന്ത്രണത്തോടുകൂടി, ശ്രദ്ധയോടുകൂടി, സമയം നിശ്ചയിച്ചുകൊണ്ട്, ഇടപെടലോട് കൂടിയിട്ട് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന സമയത്ത് അവരെന്താണ് കാണുന്നത് എന്ന് നമ്മുടെ നിയന്ത്രണത്തിലും മേൽനോട്ടത്തിലും കാണുവാനും അറിയുവാനും നല്ലതിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോകുവാനും വിശുദ്ധ ഖുർആൻ പഠിക്കുവാനും നല്ല ഉപദേശങ്ങൾ കേൾക്കുവാനും കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള കഥകളും കവിതകളും അതേപോലെയുള്ള ജമീൽ ആപ്പുകളിലൊക്കെ നല്ല നല്ല കുട്ടികളുടെ കഴിവുകളെ, സർഗാത്മകതയെ വളർത്തിയെടുക്കുന്ന പ്രോഗ്രാമുകളൊക്കെ അവർക്ക് ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കുവാൻ, ട്യൂൺ ചെയ്ത് കൊടുക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ അതിൽ ഒരു നിയന്ത്രണം ആവശ്യമാണ്. നമ്മുടെ നിയന്ത്രണത്തോടു കൂടിയായിരിക്കണം അവർ ഈ മൊബൈലൊക്കെ ഉപയോഗിക്കുന്ന സന്ദർഭത്തിൽ ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ യാതൊരു ശ്രദ്ധയുമില്ലാതെ അവരടങ്ങിയിരിക്കുന്നതിന് വേണ്ടി അയൽവാസിയുടെ വീട്ടിലേക്ക് പോകാതിരിക്കാൻ, അതല്ലെങ്കിൽ മുറ്റത്ത് വെയിലത്ത് കളിക്കാതിരിക്കാൻ, ഇങ്ങനെ പലതും, എന്നിട്ട് അവർക്ക് യാതൊരു നിയന്ത്രണവും ഇല്ലാതെ മൊബൈൽ കൊടുത്തിട്ടുണ്ട് എങ്കിൽ അവരുടെ ശരീരം മാത്രമല്ല അവരുടെ മനസ്സുകൾ കൂടി നശിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, എനിക്ക് സ്വാലിഹായിട്ടുള്ള സന്താനങ്ങളെ നൽകണമേ എന്നുള്ള പ്രാർത്ഥന നമുക്ക് വിശുദ്ധ ഖുർആനിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അത് കാണുവാൻ സാധിക്കും. റബ്ബി ജഅൽനി മുഖീമസ്സലാത്ത വമിൻ ദുർരിയതി, എന്നെയും എൻ്റെ മക്കളെയും നമസ്കാരം നിലനിർത്തുന്നവരാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മൾ 5 നേരം നമസ്കരിക്കുന്നവരാണ് എങ്കിൽ മക്കളിലെത്തുമ്പോഴേക്കും അത് 3 നേരമേ ഉണ്ടാകുള്ളൂ. നമ്മൾ 3 നേരം നമസ്കരിക്കുന്നവരാണെങ്കിൽ മക്കളുടെ എത്തുമ്പോഴേക്ക് അത് 1 നേരമേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് രാത്രി നമസ്കാരങ്ങൾ അടക്കം കുട്ടികൾ ശീലിക്കുന്ന രൂപത്തിലേക്ക് നമ്മൾ വളർന്നിട്ടുണ്ടെങ്കിൽ ആ റബ്ബിനോട് ആത്മാർത്ഥമായി കൊണ്ട് നല്ല ഒരു സന്താനത്തിന് വേണ്ടി കൺകുളിർമയുള്ള റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖിന ഇമാമാ, സമൂഹത്തിലെ നല്ല ആളുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന രൂപത്തിൽ കൺകുളിർമയുള്ള മക്കളാക്കിയിട്ട് എൻ്റെ മക്കളെ മാറ്റണമേ, എൻ്റെ ഇണയെ മാറ്റണമേ എന്ന് ആ ഇബാദുർ റഹ്മാനിന്റെ റബ്ബിന്റെ ദാസന്മാരുടെ പ്രാർത്ഥനയെ കുറിച്ച് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആ രൂപത്തിൽ അവരോടുള്ള കടമകൾ ഓരോന്നും നാം സെലക്ട് ചെയ്യുന്ന സമയത്ത്, നമ്മൾ ഓരോരും ബാധ്യതകൾ നമ്മൾ നിറവേറ്റുന്ന സമയത്ത് ഏറ്റവും പ്രധാനമായി കൊണ്ട്
അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു വിവാഹം കഴിക്കുന്ന സമയത്ത് വൾഫർ ബിദാത്തിദ്ദീൻ തരിബതി യദാകി, എന്താണോ ഉമ്മയുടെ മതം, എന്താണോ ഉമ്മയുടെ സംസ്കാരം, ആ സംസ്കാരമായിരിക്കും അത് മക്കളിലേക്ക് പ്രകടമായി കാണുന്നത്. ഏറ്റവും നല്ല ഇണയെ, ഉമ്മയെയും ഉപ്പയെയും ഒരു ഇണയെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ആണിനെയും പെണ്ണിനെയും തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും നല്ല ദീനുള്ളവരെ തിരഞ്ഞെടുക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട് എങ്കിൽ അതാണ് മക്കളിൽ നമ്മൾ കാണുവാനിരിക്കുന്നത്. അല്ല എങ്കിൽ നാം നിങ്ങളുടെ കൈകൾ മണ്ണ് തപ്പേണ്ടി വരും എന്നുള്ളത്, നശിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. റബ്ബിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ വൈവാഹിക ബന്ധത്തിൽ, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് പ്രാർത്ഥിക്കണം, അള്ളാഹുവിന്റെ നാമം ചൊല്ലി തുടങ്ങണം. എന്നിട്ട് ബിസ്മില്ലാ അല്ലാഹുമ്മ ജന്നിബിന ശൈത്വാൻ വജന്നിബിന ശൈത്വാന മാ റസഖ്തനാ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ആ ബന്ധം സ്ഥാപിക്കുകയാണ് എങ്കിൽ, ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ആ പ്രാർത്ഥന നിർവഹിച്ചിട്ടുണ്ട് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇദാ ഖലാ ബൈനഹുമാ വലദുൻ ലം യദുർറുഹു ശൈത്വാനു അബദാ, പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങൾ ഏൽക്കാത്ത നല്ല ഒരു സന്താനത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകും എന്നുള്ളതാണ്. പ്രാർത്ഥനകളോടുകൂടി ആരംഭിക്കേണ്ടുന്നതാണ്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹസൻ ഹുസൈൻ കുട്ടികളെ വിളിച്ചുകൊണ്ട് തന്റെ പേരക്കുട്ടികളെ മടിയിലെടുത്തുകൊണ്ട് ഉഈദുകുമാ ബികലിമാത്തില്ലാഹി താമ്മ വമിൻ കുല്ലി ശൈത്വാനിൻ വഹാമ വമിൻ കുല്ലി ശൈത്വാനിൻ വഹാമ വമിൻ കുല്ലി ഐനിൻ ലാമ്മ എന്നുള്ള പ്രാർത്ഥനകൾ അവരെ മടിയിലിരുത്തി അവരെ ശുദ്ധിയാക്കി വൃത്തിയാക്കി അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. സകല പിശാചുക്കളിൽ നിന്നും, ക്ഷുദ്രജീവികളിൽ നിന്നും, അതേപോലെ തന്നെ കണ്ണേറുകളിൽ നിന്നുമൊക്കെ അവർക്ക് സംരക്ഷണം ലഭിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിനോട് ഓരോ മോന്തി നേര സമയത്തും അവരെ മടിയിലിരുത്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അങ്ങനെ കൂടെ ഇരുത്തി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അദബുകൾ പഠിപ്പിച്ചു കൊടുക്കുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹുവിന്റെ മക്കൾ അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളർത്തുപുത്രന്മാരായിട്ടുള്ള ആ കുട്ടികൾ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എല്ലാ ഭാഗത്തു നിന്നും തിന്നുകയാണ്. യാതൊരു അതിന്റെ അതബോടുകൂടിയല്ല ഭക്ഷിക്കുന്നത്. ആ സമയത്ത് മകനെ വിളിച്ചുകൊണ്ട് യാ ബുനയ്യ, ഏ പൊന്നാര മോനെ, നീ നീ ബിസ്മി പറയുക, കുൽ ബിയമീനിക വകുൽ ബിമ്മാ യലീക, നിന്റെ ഭാഗത്ത് നിന്ന് തിന്ന്, വലത് കൈ കൊണ്ട് തിന്ന് എന്ന് ഓരോ സന്ദർഭത്തിനും ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു എന്നുള്ളതും നമുക്ക് കാണുവാൻ സാധിക്കും. അതേപോലെ തന്നെ മക്കളുടെ ചൊറകൾ തീരാതിരിക്കാൻ ഒരു പ്രധാനപ്പെട്ട കാരണം എന്നുള്ളത് അവരുടെ പേരിൽ അഖീഖ അറക്കണം എന്നുള്ളതാണ്. രക്തം കളയുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പലപ്പോഴും അതിനെക്കുറിച്ച് അത് ശ്രദ്ധിക്കാത്തത് കൊണ്ട് തന്നെ പൈശാചികമായിട്ടുള്ള ചില കെട്ടിക്കൊടുക്കുകൾ ജീവിതത്തിൽ എന്നും ചൊറഞ്ഞു നിൽക്കുന്നുണ്ടാകും. അതുകൊണ്ട് ഏത് പ്രായത്തിലായിരുന്നാലും ശരി, അറുത്തിട്ടില്ല എങ്കിൽ അത് അഖീഖ അറക്കുക എന്നുള്ളത്, അത് 7 or 14 ആകുന്ന സന്ദർഭത്തിലാണ് അത് അറുക്കുക എന്നുള്ളത് സുന്നത്തായിട്ടുള്ളത്. ഇനി അന്ന് അറുക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ മുതിർന്നാലും ശരി, ഒന്ന് അറുക്കുന്നത്, അവർക്ക് വേണ്ടിയിട്ട് ഒരു അഖീഖ അറുക്കുന്നത്, അവരിലുള്ള ഒരു കെട്ടിക്കൊടുക്ക് അതൊന്ന് ഒഴിഞ്ഞു കിട്ടുവാൻ ഏറ്റവും നല്ലതാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് കാണുവാൻ സാധിക്കും. ഈ രൂപത്തിൽ ഈ മക്കളോടുള്ള കടമകളും കടപ്പാടുകളും അറിഞ്ഞും മനസ്സിലാക്കിയും അതേപോലെ തന്നെ അവരാരുമായിട്ടാണ് അവരുടെ കൂട്ടുകെട്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. നാളെ പരലോകത്ത് റബ്ബിന്റെ അടുക്കൽ കൈകടിക്കുന്ന റബ്ബിന്റെ മുമ്പിൽ കൈകടിക്കുന്ന ഒരു വിഭാഗത്തെ കുറിച്ച് പറയുന്നു. ആ സമയത്ത് പറയുകയാണ്, റബ്ബിന്റെ കൂടെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ മാർഗം ഞാൻ സ്വീകരിച്ചിരുന്നുവെങ്കിൽ അതെത്ര നന്നായിരുന്നു എന്ന്. എന്നാൽ ആ സമയത്ത് അവൻ പറയുന്നു, ഇന്ന സുഹൃത്തുക്കളെ ഞാൻ സ്വീകരിച്ചില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഖേദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഒരു മനുഷ്യൻ അവന്റെ സുഹൃത്തിന്റെ ദീനിലായിരിക്കും. അവന്റെ ഫ്രണ്ട്സ് ആരാണ് എന്ന് നോക്കിയിട്ടുണ്ട് എങ്കിൽ അവന്റെ സ്വഭാവം എന്താണ് എന്ന് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല കൂട്ടുകെട്ടുകൾ അതുണ്ടാകുന്നത്, എല്ലാ ഹൈറും സമ്മേളിക്കുന്നത് അള്ളാഹുവിന്റെ ഭവനങ്ങളിലാണ്. എല്ലാ നന്മകളും ഒരുമിച്ച് കൂടുന്നത് ആ പള്ളികളിലേക്ക് മക്കളുടെ കൈ പിടിച്ചുകൊണ്ട് സുബഹിക്കും അതേപോലെ തന്നെയുള്ള എല്ലാ സന്ദർഭങ്ങളിലും കടന്നു വരികയാണ് എങ്കിൽ നമ്മുടെ
ഒരു ശ്രദ്ധ അനിവാര്യമാണ്. ജമാഅത്തുകളിലും ഇതേപോലെ ദീൻ പഠിക്കുവാനുള്ള അവസരങ്ങളെമ്പാടുമുണ്ട്. വെക്കേഷൻ ക്ലാസ്സുകളുണ്ട്, ആഴ്ചകളിൽ നടക്കുന്ന CRE ക്ലാസ്സുകളുണ്ട്. ഇതേപോലെയൊക്കെയുള്ള പഠന സംരംഭങ്ങളിലൊക്കെ മക്കളെ ഭാഗവാക്കാറുകയും അവർക്ക് സംഘാടനത്തിന്റെ ഒരു നേതൃത്വം കൊടുക്കുകയും ചെയ്യുമ്പോൾ അവർ നല്ല ഒരു ലീഡർ ക്വാളിറ്റി ഉള്ളവരായി മാറും. അതേ നല്ല കൂട്ടുകെട്ടുകൾ അവർക്ക് ലഭിക്കും. അതല്ല എങ്കിൽ നാം പള്ളിയിൽ ഇരിക്കുന്ന സമയത്ത്, ഒന്നാമത്തെ സഫിൽ ഇരിക്കുന്ന സമയത്ത് അവർ അങ്ങാടികളിലായിരിക്കും. അങ്ങാടികൾ ഇന്നത്തെ അവസ്ഥ എന്താണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെയുള്ള ജാഗ്രതയും ലഹരിയും അതേപോലെ തന്നെ ഫോൺ അഡിക്ഷനുകളും സ്ക്രീൻ അഡിക്ഷനുകളെ കുറിച്ചുമൊക്കെ ഈ ആധുനിക കാലഘട്ടത്തിൽ ലിബറൽ ചിന്താഗതികളെ കുറിച്ചുമൊക്കെ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു ധാരണ അനിവാര്യമാണ് എന്നുള്ളത് കൂടി, കാലഘട്ടത്തിന്റെ ഒഴുക്കിനെ കുറിച്ച് യാതൊരു ശ്രദ്ധയും ഇല്ലാത്തവരാവരുത് നാം എന്നുള്ള തിരിച്ചറിവ് കൂടി നമുക്ക് വേണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഉസിക്കും ഇയ്യായ ബിത്തഖ്വല്ലാഹ്, ഒരിക്കൽ കൂടി അല്ലാഹുവെ സൂക്ഷിക്കണമേ എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരീക്ഷണമായി, അലങ്കാരമായി, ജീവിതത്തിൻ്റെ സന്തോഷവും കൺകുളിർമയുമായി നിശ്ചയിച്ചിട്ടുള്ള സന്താനങ്ങൾ അവർ നാളെ പരലോകത്തും ഇഹലോകത്തും വലിയ ഒരു ഭാരമായി, കണ്ണീരായി മാറുന്ന ഒരു സാഹചര്യം ഇല്ലാതിരിക്കാൻ, ഖേദത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും ജീവിതത്തിൻ്റെ എല്ലാ ആസ്വാദനങ്ങളെയും നഷ്ടപ്പെടുത്തുന്ന സന്താനങ്ങളല്ലാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളാണ് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളത്. റബ്ബിനോട് ആത്മാർത്ഥമായി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിലനിൽക്കുവാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നിർവഹിക്കാനുള്ളത്. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, എല്ലാ തിന്മകളിൽ നിന്നും വൃത്തികേടുകളിൽ നിന്നും മനുഷ്യനെ തടയുന്നതാണ് നമസ്കാരം എന്നുള്ളത്. അത് മക്കളോട് പ്രത്യേകിച്ച് വഹും അബ്നാഉ സബ്ഉ സിനീൻ മുറൂ സിബിയാനക്കും, നിങ്ങളുടെ മക്കളോട് നമസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കണം. അവർക്ക് 7 വയസ്സാകുമ്പോൾ, അവർക്ക് 7 വയസ്സായി 10 വയസ്സ് വരെയുള്ള സമയത്ത് ഓരോ വക്തിനും മാതാപിതാക്കളുടെ ബാധ്യതയാണ് നമസ്കരിച്ചോ എന്ന് ചോദിക്കൽ. അവരെ സംബന്ധിച്ചിടത്തോളം നമസ്കരിക്കൽ നിർബന്ധമില്ല എങ്കിലും ചോദിക്കുക എന്നുള്ളത് നമുക്ക് വാജിബാണ്. അത് കഴിഞ്ഞ് 10 കഴിഞ്ഞിട്ടും അവർക്ക് കൽപ്പിക്കുക, നമസ്കരിക്കാൻ വേണ്ടിയിട്ട് അവരോട് കൽപ്പിക്കുക എന്നുള്ളത്. അവർ നമസ്കാരം നിർവഹിക്കുന്നില്ല എങ്കിൽ വദ്രിബൂഹും അലൈഹ അവഹും അബ്നാഉ സബ്ഉ അശറ സിനൈൻ, അവർ 10 വയസ്സായിട്ടുണ്ട് എങ്കിൽ വേണമെങ്കിൽ ഒന്ന് വടിയെടുക്കുവാൻ, ഒന്ന് പേടിപ്പിക്കുവാൻ അവർക്ക്, അല്ലെങ്കിൽ ഒന്ന് അടിക്കുവാൻ നമുക്ക് അനുവാദം നൽകപ്പെട്ടിട്ടുള്ള വിഷയമാണ്. അവിടെ ശ്രദ്ധിക്കേണ്ടുന്നത്, നമ്മൾക്ക് ഒരു ഇബാദത്തിനോട് സ്നേഹമുണ്ടാകണമെന്നുണ്ട് എങ്കിൽ എന്തിനാണ് അവർ നമസ്കരിക്കുന്നത്? നമസ്കാരം പലപ്പോഴും ഇത്ര പറഞ്ഞാലും അനുസരിക്കില്ല, അതേപോലെ എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അനുസരിക്കില്ല. അപ്പൊ എന്തിനാണ് നമ്മൾ നമസ്കരിക്കുന്നത്? എന്തെല്ലാം നിഅമത്തുകൾ അല്ലാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. ഭക്ഷണം തരുന്നതാരാണ്? നമുക്ക് എല്ലാ സൗകര്യങ്ങളും തരുന്നതാണ്. ആ റബ്ബിന് നമുക്ക് കൊടുക്കാനുള്ളത് എന്താണ്? ഒരു നന്ദി. ആരെങ്കിലും എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളൊരു താങ്ക്സ് പറയില്ലേ? എന്നാൽ അള്ളാഹു കൊടുക്കാനുള്ള നന്ദി എന്താണ്? അത് നമുക്ക് പടച്ചോനെ ഇബാദത്ത് ചെയ്യലാണ്. അപ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും അള്ളാഹു അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു തരും. മോന് പട്ടിണി കിടക്കാൻ താല്പര്യമുണ്ടോ? റോഡ് സൈഡിലൊക്കെ എത്ര ആളുകളാണ്, മക്കളൊക്കെ ഇങ്ങനെ എരന്ന് നടക്കുന്നുണ്ടല്ലേ, നല്ല ഭക്ഷണം ഇല്ലാതെ, നല്ല വസ്ത്രമില്ലാതെ, നല്ല വസ്ത്രങ്ങളില്ലാതെ, ഇങ്ങനെ മുഷിഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് അതുപോലെ പടച്ചോൻ നമ്മളെ ആക്കിക്കൂടായിരുന്നോ? അതിൽ നിന്ന് അള്ളാഹു എത്ര സൗകര്യമാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് റബ്ബിനോട് നമുക്കൊരു നന്ദി കാണിക്കട്ടെ. അങ്ങനെ എന്തിനാണ് നമ്മൾ ഈ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നത്, നമസ്കരിക്കുന്നത് എന്നൊക്കെയുള്ള ആ ഒരു ബോധവും കൂടി മക്കളിലേക്ക് വളർത്തിയെടുത്തുകൊണ്ടായിരിക്കണം. അതല്ലാതെ നമസ്കാരം എന്നുള്ളത് അവരെ പേടിപ്പിച്ച് നരകത്തെ കൊണ്ട് ഭയപ്പെടുത്തുന്നതിനേക്കാൾ സ്വർഗത്തെ കൊണ്ട് ആസ്വദിപ്പിച്ചുകൊണ്ടുള്ള ഇബാദത്തുകൾക്ക് അവരെ പ്രേരിപ്പിക്കണം എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ്. അത് മറ്റു തിന്മകളിൽ നിന്നെല്ലാം അവന് സംരക്ഷണം നൽകുന്ന കാര്യവുമാണ് നമസ്കാരം എന്നുള്ളത്. എല്ലാ തിന്മകളിൽ നിന്നും ഒരു വിലങ്ങായിട്ട് നമസ്കാരം ഉണ്ടാകും. അതുകൊണ്ട് ആ നമസ്കാരത്തിന്റെ കാര്യത്തിൽ വീഴ്ചകൾ വരുത്താതെ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. ഏറ്റവും
അള്ളാഹുവിന്റെ സ്വർഗം ഉണ്ടെങ്കിൽ മൻസലക തരീഖൻ യൽതമിസു ഫീഹി ഇൽമ സഹലല്ലാഹു ലഹു ബിഹി തരീഖൻ ഇലൽ ജന്ന. സ്വർഗത്തിലേക്കുള്ള മാർഗം അത് എളുപ്പമാകണമെങ്കിൽ അത് വിജ്ഞാനത്തിന്റെ വഴിയിലേക്ക് പ്രവേശിക്കൽ മാത്രമാണ് അതിനുള്ള മാർഗം. വിജ്ഞാനത്തിന്റെ വഴിയിലേക്ക് പ്രവേശിക്കുക, അറിവ് നേടുക, കുടുംബസമേതം അറിവ് നേടുക, മാതാപിതാക്കൾ വായിക്കുന്നവരാകുക, വിശുദ്ധ ഖുർആൻ ഓതുന്നവരാകുക, എന്നിട്ട് മക്കളോട് കൽപ്പിക്കുക കുട്ടികൾക്ക് നല്ല മാതൃകൾ വീടകങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് സൂചിപ്പിക്കുകയാണ്. ആ രൂപത്തിൽ നമ്മുടെ മക്കളെ ഏറ്റവും നല്ല സ്വാലിഹായിട്ടുള്ള സമൂഹത്തിനും നമ്മൾക്കും ഉപകാരപ്രദമായ നല്ല മക്കളാക്കി തീർക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത് മുസ്തഖറൻ വ മുഖാമാ. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم أعز الإسلام والمسلمين وذل الشرك والمشركين. اللهم أحينا بالكتاب والسنة ومتنا مع الإيمان والتوبة. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منكم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله على نبينا محمد.